എന്നെ പറയുള്ളൂ നിന്റെ പറയണില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു ഒരു സൂപ്പർ ഫാമിലി. അങ്ങനത്തെ ഒട്ടും 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 പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയാണ് ഇന്ന്. വളരെ പെട്ടെന്നായിരുന്നു കാര്യം. ഞാൻ ഇതിനു മുമ്പാണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ വീട്ടിലും വരുമ്പോൾ സർപ്രൈസായിട്ട് വരലും കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ടെങ്കിലും ഈ യാത്ര തന്നെ എനിക്കൊരു സർപ്രൈസായിരുന്നു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. രാവിലെയാണ് പോകാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരു ഇതായിട്ട് എന്തായാലും ട്രാവൽ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ഇതിലെത്തി. വൈകുന്നേരത്തെ ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഞാൻ വീണ്ടും മാസങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ആർക്കും അറിയില്ല, ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്നുള്ളൊരു തീരുമാനവും കാര്യങ്ങളും ആയതുകൊണ്ട് ആരോടും പറഞ്ഞിരുന്നില്ല. ഇതിനു മുമ്പ് നമ്മൾ സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. പക്ഷെ ഇപ്രാവശ്യം പോകുമ്പോൾ ഇത് കുറേ ആഗ്രഹിച്ചിരുന്നു കുറച്ച് ദിവസം ഒന്ന് നാട്ടിൽ പോയി വരണം എന്നുള്ളത്. പക്ഷെ കുറേ തിരക്കും കാര്യങ്ങളും ഓരോരോ കാര്യങ്ങളും കാരണം നാട്ടിലേക്ക് പോകാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഫൈനലി ദൈവം നമ്മളുടെ ആഗ്രഹം കണ്ടു, സാധിച്ചു തന്നു. പറയില്ലോ, ലേറ്റായാലും നടക്കാനുള്ളതാണെങ്കിൽ നടക്കുന്നു, അതേപോലെയായിരുന്നു ഇത് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ അബുദാബിന്നായിരുന്നു ഇപ്രാവശ്യത്തെ ഫ്ലൈറ്റ്. അങ്ങനെ നേരെ അബുദാബിയൊക്കെ എത്തി, ഫ്ലൈറ്റൊക്കെ കയറി വീട്ടിൽ പോകാനുള്ള ഒരു നാട്ടിലേക്ക് എത്താവുന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ നാട്ടിൽ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തു. പക്ഷേ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് എൻ്റെ പകുതിയുള്ളൂ. അത് ഫുള്ളൊന്നും ഉണ്ടായിരുന്നില്ല. എക്സൈറ്റ്മെൻറ്റ് കൂടി എന്തൊക്കെയോ ഞാൻ കാണിച്ചു കൂട്ടി. നമ്മുടെ സ്വന്തം കൊച്ചിയിലേക്ക്. Now that you're in the air, I would like to share a few important details about today's flight. For your safety, we recommend that you അങ്ങനെ നമ്മളുടെ കൊച്ചി എത്തി. അപ്പം ഞാൻ കറക്റ്റ് ഇവിടെ എത്തി ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്ത് പറ്റി ഇന്ന് വിളിച്ചു, ഒന്ന് കോളൊന്നും കണ്ടില്ലല്ലോ, എന്ത് പറ്റി, തിരക്കാണോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞില്ല അമ്മ, ഞാൻ കുറച്ച് വർക്കിലാണ്, ബിസിയാണ്, ഞാൻ ഫ്രീ ആയിട്ട് തിരിച്ച് വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് വെച്ചു കേട്ടോ. അങ്ങനെ എയർപോർട്ടിൽ ഇറങ്ങി. അവിടെ നമ്മുടെ ഫ്ലൈറ്റിൽ തന്നെ ഉള്ളത് ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അങ്കിൾ ആലപ്പിക്ക് പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് ഓൺ ദ വേ തന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. ഞാൻ അവിടെ നിന്ന് മെട്രോയിൽ പോയി. പിന്നെ എൻ്റെ അവിടെ ഇറങ്ങിയിട്ടാണ് പിന്നെ ഞാൻ ഓട്ടോ എടുത്ത് വീട്ടിൽ പോണത്. അപ്പോൾ ഫ്ലൈറ്റ് കഴിഞ്ഞ് ടാക്സി എടുത്തു, അത് കഴിഞ്ഞ് മെട്രോ എടുത്തു, അത് കഴിഞ്ഞ് ഓട്ടോ എടുത്തു. കറക്റ്റ് ഞാൻ അവിടെ ഇറങ്ങി. അപ്പോൾ 2 ദിവസമായിട്ട് മഴയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും പിന്നെ കുറച്ച് നേരത്തേക്ക് എടപ്പള്ളി എത്തണ വരെ കുറച്ച് മഴയൊക്കെ കിട്ടി. അച്ഛൻ ഉറങ്ങി ഓൾറെഡി. അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഒരു പാഴ്സൽ വരുന്നുണ്ട്, അപ്പം അതൊന്ന് പോയി മേടിച്ച് വെക്കണം എന്ന് ഓൾറെഡി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മ പോയി വിളിച്ചത് എന്ത് ഇത്ര നേരമായിട്ട് എത്തിയിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അറിയില്ല, ഇനിയിപ്പോൾ നമുക്ക് ഓട്ടോ എടുത്ത് പോകണം. ഒരുപാട് ലേറ്റായിപ്പോയി, വിചാരിച്ചതിനായിട്ടും ലേറ്റായിപ്പോയി. വേഗം പോയിട്ട് നോക്കാം നമുക്ക്.
അമ്മയുടെ ഡയലോഗ് തന്നെ ഞാൻ പറഞ്ഞു. അമ്മ ഇത് തന്നെ പറയുള്ളൂ, എന്നിട്ട് പറയണില്ല. എന്തിനാ അറ്റാക്ക് വരുന്നത്? പിള്ളേരെ കണ്ട അറ്റാക്ക് വരണോ? ഗുഡ് മോർണിംഗ്. ഇന്നലെ പിന്നെ വന്ന് അവരുടെ ചട്ടലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് വെളുപ്പിനായി കിടന്നപ്പോൾ അപ്പോഴത്തെ അത് കഴിഞ്ഞപ്പോൾ എണീറ്റു. നമുക്ക് പോയി അമ്മൂമ്മയെ കാണാം. അമ്മൂമ്മയ്ക്ക് അറിയില്ല കേട്ടോ, ചിലപ്പോൾ മനസ്സിലാവുണ്ടാവില്ല ഞാൻ ഇവിടെ ഇല്ല, ഞാനിപ്പോൾ വന്ന കാര്യങ്ങളൊന്നും അറിയണ്ടാവില്ല, ചിലപ്പോൾ റിയാക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഓർമ്മ ചെറിയ കുഴപ്പങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, പോയി നോക്കാം എന്താണ് അവസ്ഥ, എന്തായിരിക്കും അമ്മൂമ്മയുടെ റിയാക്ഷൻ എന്നുള്ളതൊന്ന് പോയി കണ്ടിട്ട് വരാം. അറിയോ? ഓർമ്മയുണ്ടപ്പോ. ആരാന്നറിയോ? ആരാ? ആലോചിക്കൂ, ഓർത്തെടുക്കൂ, അപ്പൊ കിട്ടും. ഓർമ്മയുണ്ടപ്പോ. അപ്പോൾ അമ്മൂമ്മയുടെ റിയാക്ഷനും കണ്ടില്ലേ, പ്രത്യേകിച്ച് അങ്ങനെ ഫേസിൽ റിയാക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ലെങ്കിലും നീ എപ്പോൾ എത്തി എന്ന് ചോദിച്ചല്ലോ, അതിൽ തന്നെ ഞാൻ സന്തോഷമാണ്. കാരണം എന്നെ മനസ്സിലായി, ഞാനിവിടെ ഉണ്ടായില്ല, വന്നതാണ്. അത് അത്രയും മനസ്സിലായില്ല. കാരണം ഇപ്പോഴത്തെ അമ്മൂമ്മയുടെ ഒരു അവസ്ഥയിൽ അത്രയും മനസ്സിലാക്കിയതിൽ തന്നെ ഞാൻ വളരെ വളരെ അധികം സന്തോഷവാനാണ്. ഇത് കിടക്കാൻ പോവാ. ഇനി ഇത് കഴിഞ്ഞ് ഇപ്പം അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഗുരുവായൂർക്ക് പോവും. അവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെയും റിയാക്ഷൻ എന്താണെന്നുള്ളത് ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് വേണം കാണാൻ. അവരും ഉറപ്പായിട്ടും ഞെട്ടും. അവർക്ക് കഴിഞ്ഞ തവണ നമ്മൾ സർപ്രൈസ് ആയിട്ടും കൊടുത്തത്. അപ്പോൾ എന്തായാലും ഇനി അവിടെ പോയിട്ട് അത് ചെയ്യണം. പിന്നെ നാളെയാണ് അടുത്ത ആൾക്കാരെ ഞെട്ടിക്കാൻ പോകണം. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു സ്റ്റോറിയോ പോസ്റ്റോ ഒന്നും വിടാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഞാൻ. അങ്ങനെ നമ്മൾ പവറ്റെത്തി. ഇതാ വീട്. ഞങ്ങൾ അപ്പുറത്തെ വഴി കറങ്ങി ഒരു ഡോർ അടച്ചിട്ടില്ല, അപ്പുറത്തെ വഴി പോവാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. ക്യാമറ കണ്ടപ്പോൾ വേഗം നിർത്തിയിട്ട് അച്ഛൻ ചീത്ത അറിയാം, നീ ഒക്കെ കോമാളിയും കൊണ്ട് ഇനി വന്നാൽ ഞാൻ ശരിയാക്കി തരും ഇതൊക്കെ. അവിടെയാണ് വീട്. നമുക്ക് ഈ വഴി കയറിയിട്ട് അപ്പുറത്തേക്ക് മതിൽ ചാടണ്ടാവാം. കണ്ടത് ഇതിലേ അങ്ങോട്ട് കിടക്കാം സുഖമായിട്ട്. ഇതേ വീട് കുറച്ച് കാട്ടിക്കൂടെ അഡ്വഞ്ചറായിട്ട്, അതൊന്നും കുഴപ്പമില്ല. ഞങ്ങൾ ഇവിടത്തേന്ന് പറയാം. ഇതിലേ അങ്ങോട്ട് കിടക്കാം. ഗേറ്റ് ഇതേ അവിടെ വരും. അവരെങ്ങനെയെങ്കിലും പുറത്തുണ്ടാവണം, അപ്പോഴാണ് ഈ സാഹസമൊക്കെ വെറുതെ. അച്ഛമ്മയുണ്ടല്ലേ? അയ്യോ, ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നല്ലോ. ഒരാളുണ്ട് ഇവിടെ. ആ, ഒന്ന് വരൂ വേഗം. അച്ഛനെ വിളിക്കാൻ പോയിക്കോ. ഒരു സസ്പെൻസ് തരാന്ന് വിചാരിച്ചാൽ അതും സമ്മതിക്കില്ലെങ്കിൽ ഇതെന്താണ്? വീട്ടിലൊരാൾ വന്നിട്ട് ബാഗ് നോക്കാണ്ടിരിക്കുക. ആളുണ്ടെന്ന് തോന്നില്ലേ ഞാൻ? അയ്യോ, ഞങ്ങൾ ഇവിടെ വരെ വന്നപ്പോ ഒന്ന് വന്നതാ. വരൂ. ഇത് കൂടെ വന്നു, ഇപ്പത് കൂടെ വന്നു.
ചാടിയൊന്നുമില്ലേ. രഞ്ജുവിനെ വിളിച്ച് ചോദിച്ചു അവിടെ എങ്ങനെയാണ് ഗേറ്റിന്റെ ഒക്കെ ചോദിച്ചപ്പോ ഞാൻ ഉണ്ട് അതൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പത്തെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, വരിക്കോളൂ, കേറിക്കോളൂ കേറിക്കോളൂ. അപ്പോ കുറെ കാലം കണ്ടിട്ട്. സച്ചു എന്താ അങ്ങനെ മാറിക്കണേ, ഇങ്ങോട്ട് വരൂ. സച്ചു വിളിച്ചിരിക്കണ പോലെ. അയ്യോ ആൾക്കാരെ വിളിക്കൂ. അപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെയായിരുന്നു എല്ലാവരുടെയും റിയാക്ഷൻസ്. ഞാൻ ആകെ ക്ഷീണിതയായിട്ടിരിക്കുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ ഞാൻ 2 ദിവസമായി വന്നിട്ട്. പക്ഷേ ഈ 2 ദിവസം കൊണ്ടാണ് എനിക്ക് ഇവരെ എല്ലാവരും ഇത്രയും ആൾക്കാരെ കാണാനും സർപ്രൈസ് ചെയ്യാനും സർപ്രൈസ് കൊടുക്കാനും എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ദിവസം എടുത്തു എനിക്കിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായതിലൊന്നും ഞാൻ നാട്ടിലെത്തി എന്നുള്ളത് ഒരു പോസ്റ്റ് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, വീഡിയോസ് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇത് എല്ലാവരും പോയി രാത്രി ഇരുന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് നോക്കിയപ്പോൾ ഇപ്പം ഇന്ന് തന്നെ എന്തായാലും ഇനിയിപ്പോൾ നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ലേറ്റ് ആവും. അപ്പോൾ ഇന്നിപ്പോൾ ഫുൾ എഡിറ്റ് ചെയ്ത് എനിക്ക് നാളെ ഇത് പോസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് വൺ മോർ തിങ്, എല്ലാവരുടെയും റിയാക്ഷൻസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരുടെ റിയാക്ഷൻ ആയിരുന്നു എന്നുള്ളത് താഴെ മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വയ്ക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.